ഒന്ന് അടുക്കളയിലോട്ട് പോയാലോ? അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ആകുമ്പോൾ ചിക്കൻ കാണും. എല്ലാ ഞായറാഴ്ച ഇല്ലെങ്കിലും മിക്ക ഞായറാഴ്ചകളിലും കാണും. അപ്പോൾ അത് തന്നെ ചിക്കന് വേണ്ട ഉള്ളി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചു. അതിന് ശേഷം ചിക്കൻ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ മുഖം കണ്ടാൽ എനിക്ക് താല്പര്യമില്ല ചെയ്യുന്നതാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ അതെൻ്റെ ഒരു സ്ഥായി ഭാവമാണ് കേട്ടോ എൻ്റെ ഫേസിൻ്റെ. അപ്പോൾ അതിന് ശേഷം ഞാൻ ചിക്കൻ നന്നായിട്ട് കഴുകി. ചിക്കൻ കണ്ടാൽ കൊച്ചിന് പൊരിക്കണം, കൊച്ചിന് പൊരിച്ചാൽ പിന്നെ എനിക്കും പൊരിക്കണം. അങ്ങനെ 2-3 പീസ് ഞങ്ങൾക്ക് പൊരിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ വെളിയിൽ അങ്ങനെ വേവിക്കില്ല കേട്ടോ. നമ്മുടെ ഗ്യാസ് ഇപ്പോൾ തീരും, ഒരാഴ്ചക്കകത്ത് ഗ്യാസിൻ്റെ കാറ്റ് തീരും. ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിന് എന്ന് വരും എന്തോ. കാരണം നമുക്കിവിടെ വെളിയിൽ അടുപ്പില്ല, അതുകൊണ്ട് തന്നെ വേവിക്കൊക്കെ കുറവാണ്. ഇന്നിപ്പോൾ ഗ്യാസ് തീരാറായെന്ന് അറിയാവുന്നത് കൊണ്ട് വെളിയിലോട്ട് വന്നിട്ടുണ്ട്. ആദ്യം അവിയൽ വെച്ച് അതിനുശേഷം ചിക്കൻ പൊരിക്കാൻ നിന്നു. ചിക്കൻ ഞാൻ പൊരിക്കാമെന്ന് വലിയ കാര്യത്തിൽ പറഞ്ഞു, ഞാൻ അവിടെ ഇരിക്കാമെന്ന്. പിന്നെ ചിക്കന് കാവലിരുന്ന് ചിക്കനൊക്കെ പൊരിക്കാനിരുന്നത് ഞാനാണ്. എന്ത് ചൂടാണല്ലേ ഇപ്പം, ഒടുക്കത്തെ ചൂടാണ്. രാത്രിയൊക്കെ ആകുമ്പോൾ മിക്കപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കറണ്ട് പോവും. പക്ഷിയൊക്കെ തന്നെ പിന്നെ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് പക്ഷിയൊക്കെ കുളിക്കാനൊക്കെ ആയിട്ട്. കാത്തിരുന്ന് ചിക്കൻ പൊരിച്ചോ എന്ന് നോക്കാൻ വേണ്ടി തിങ്കൾ വന്ന് നിൽപ്പുണ്ട്. പക്ഷേ ചിക്കൻ കരിച്ചു പോയി ഗൈസ്. കാട്ടിലെ കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാണ്ടാക്കിയ പോലെ കാവലിരുന്ന് ഞാൻ ചിക്കൻ കരിച്ചു. അവസാനം പിന്നെ അമ്മ ആ ഉരുളിയൊക്കെ കഴുകിയിട്ട് വന്നിട്ടാണ് പിന്നെ ചിക്കൻ കറി വെക്കാൻ തന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഭാഗത്തോട്ടേ പോയില്ല. നമുക്കല്ലെങ്കിലും വല്ല അവിയലോ തോരനൊക്കെ സെറ്റാവുള്ളൂ. ഈ ചീരയുടെ പേര് എനിക്കറിയില്ല കേട്ടോ. ചീര കുറച്ചുള്ളതുകൊണ്ട് കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ട് നമുക്ക് ക്യാരറ്റ് ചീര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ചിക്കൻ അവിടെ അടുപ്പിലിരുന്ന് വേവുന്നതുകൊണ്ട് വെന്തപ്പോൾ ഞാൻ വെന്തോന്നൊക്കെ നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ബൈ.